അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബി സിദ്നാ ഇൽമാ. ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പരിശുദ്ധ റമളാൻ വളരെ വേഗത്തിലാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. റമളാനിൻ്റെ ശ്രേഷ്ഠതകൾ നാം പലതവണ മനസ്സിലാക്കിയതാണ്. എന്നാൽ നമ്മളിൽ എത്ര പേർക്ക് റമളാനിൽ നാം അറിഞ്ഞിരിക്കേണ്ട കർമ്മശാസ്ത്ര മസ്അലകളെക്കുറിച്ച് അറിയാം? ഒരു വ്യക്തി ഒരു ഇബാദത്തിനെക്കുറിച്ച് അതിൻ്റെ പ്രാധാന്യവും പ്രതിഫലവും മനസ്സിലാക്കുന്നതിലൂടെ ആ ഇബാദത്ത് ചെയ്യുവാനുള്ള താല്പര്യം അവന് വർദ്ധിക്കും. എന്നാൽ ആ ഇബാദത്തുമായി ബന്ധപ്പെട്ട കർമ്മശാസ്ത്ര മസ്അലകൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് പരിപൂർണമായി ന്യൂനതകളില്ലാതെ ആ ഇബാദത്ത് നിർവഹിക്കുവാൻ അവന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഏത് ഇബാദത്തുകൾ നാം നിർവഹിക്കുമ്പോഴും അതെങ്ങനെ നിർവഹിക്കണമെന്ന് പ്രാധാന്യപൂർവം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അള്ളാഹ്, റയ്യാൻ എന്ന ഈ ഒരു കോഴ്സിലൂടെ റമളാനിലേക്ക് നമുക്ക് വൈജ്ഞാനികമായി തയ്യാറാകാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. റമളാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് അത് നോമ്പാണ്. നോമ്പിന് അറബിയിൽ സൗം അല്ലെങ്കിൽ സിയാം എന്നാണ് പറയുക. അതിനർത്ഥം അൽ ഇംസാഖ്, പിടിച്ചു വെക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇസ്ലാമിൻ്റെ സാങ്കേതിക അർത്ഥത്തിൽ പണ്ഡിതന്മാർ നോമ്പിനെ നിർവചിച്ചിട്ടുള്ളത് അത്തഅബ്ബുദു ലില്ലാഹി തആല. നോമ്പെന്ന് പറഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഒരു ഇബാദത്താണ്. എങ്ങനെയുള്ള ഇബാദത്ത്? ബിൽ ഇംസാഖി അനിൽ മുഫത്തിറാത്ത്, നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളെ പിടിച്ചു വെച്ചുകൊണ്ട്. മിൻ തുലൂഇൽ ഫജ്രി ഇലാ ഗുറൂബി ശംസ്, പ്രഭാതോദയം മുതൽ സൂര്യാസ്തമയം വരെയുള്ള സമയം. മറ്റൊരു നിർവചനം നമുക്ക് കാണാം, ഇംസാകുൻ ബിനിയ. നോമ്പെന്ന് പറഞ്ഞാൽ നീയത്തോടെ പിടിച്ചു വെക്കലാണ്. അൻ അഷ്യാ മഖ്സൂസ, ചില പ്രത്യേക കാര്യങ്ങളിൽ നിന്ന്, അഥവാ നോമ്പിനെ മുറിക്കുന്ന കാര്യങ്ങളെ പിടിച്ചു വെക്കുക. ഫീ സമനിൻ മുഅയ്യൻ, ഒരു പ്രത്യേക സമയം, അഥവാ പ്രഭാതോദയം മുതൽ സൂര്യാസ്തമയം വരെയുള്ള സമയം. മിൻ ഷഖ്സിൻ മഖ്സൂസ്, ചില പ്രത്യേക വ്യക്തികൾ, അഥവാ മുസ്ലിമായ ബുദ്ധിയുള്ള വകതിരിവെത്തിയ സ്ത്രീകളാണെങ്കിൽ ഹൈദോ നിഫാസോ ഇല്ലാത്ത ആളുകൾ. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യം വിട്ടുപോയാൽ ഒരാൾ നോമ്പുകാരനാണെന്ന് പറയുകയില്ല. ഒരു മുസ്ലിമായ ബുദ്ധിയുള്ള വകതിരിവെത്തിയ ഒരു വ്യക്തി പ്രഭാതോദയം മുതൽ സൂര്യാസ്തമയം വരെയുള്ള സമയം നോമ്പിനെ മുറിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിന്നു, പക്ഷെ അയാൾ നീയത്ത് കരുതിയിട്ടില്ല എങ്കിൽ അയാളെ നോമ്പുകാരനായി പരിഗണിക്കുകയില്ല. ഇനി നമുക്ക് നോമ്പിൻ്റെ വിധിയെക്കുറിച്ച് മനസ്സിലാക്കാം. നമുക്കറിയാം, ഇസ്ലാമിൻ്റെ 5 റുക്കുനുകളിൽ 4ാമത്തെ റുക്കുനാണ് റമളാനിലെ നോമ്പ് എന്നുള്ളത്. പണ്ഡിതന്മാർ റമളാനിലെ നോമ്പ് നിർബന്ധമാണെന്ന കാര്യത്തിൽ ഇജ്മാഇലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ തന്നെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഈ നോമ്പിൻ്റെ ഉജൂബിയത്തിനെ ആരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ അവൻ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് തന്നെ പുറത്തു പോകും. ഇനി ഒരു വ്യക്തി മനഃപൂർവ്വം റമളാനിലെ നോമ്പ് ഉപേക്ഷിക്കുകയാണെങ്കിൽ അവൻ വൻ പാപമാണ് ചെയ്യുന്നത്. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി തൗബ ചെയ്യുകയും നഷ്ടപ്പെട്ട ആ ഒരു നോമ്പ് ഖളാ വീട്ടുകയും ചെയ്യേണ്ടതുണ്ട്. ഹിജ്റ 2ാം വർഷമാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 9 വർഷം നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോമ്പിൻ്റെ ഷർത്തുകളെക്കുറിച്ച് മനസ്സിലാക്കാം, അഥവാ നോമ്പിൻ്റെ നിബന്ധനകൾ. നോമ്പിന് 3 തരത്തിലുള്ള നിബന്ധനകളാണുള്ളത്. ഒന്ന്, നോമ്പ് ശരിയാകാനുള്ള നിബന്ധനകൾ. രണ്ടാമത്തത്, നോമ്പ് നിർബന്ധമാകാനുള്ള നിബന്ധനകൾ, അഥവാ ഈ നിബന്ധനകൾ ഒത്തുവന്നാൽ മാത്രമാണ് നോമ്പ് നിർബന്ധമാവുകയുള്ളൂ. മൂന്നാമത്തത്, നോമ്പ് ശരിയാകാനും നിർബന്ധമാകാനുമുള്ള നിബന്ധനകൾ. നോമ്പ് ശരിയാകാനുള്ള 1ാമത്തെ നിബന്ധന വകതിരിവെത്തുക എന്നുള്ളതാണ്. വകതിരിവെത്തിയവരുടെ നോമ്പ് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. വകതിരിവെത്തിയ എന്നാൽ പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിക്ക് നോമ്പ് നിർബന്ധമില്ല, അവന് സുന്നത്താണുള്ളത്. എങ്കിലും അവൻ്റെ മാതാപിതാക്കൾ നോമ്പ് അനുഷ്ഠിക്കുവാൻ വേണ്ടി അവനെ പ്രേരിപ്പിക്കേണ്ടതുണ്ട്. അതൊരു വേള നിർബന്ധമാണെന്നവരെ നിസ്കാരത്തിലേക്ക് ഖിയാസാക്കിക്കൊണ്ട് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്.
നോമ്പ് ശരിയാകാനുള്ള രണ്ടാമത്തെ നിബന്ധനയാണ് നിയ്യത്ത്. ആത്മാർത്ഥമായി അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ നോമ്പ് നിർവഹിക്കുന്നത് എന്നതായിരിക്കണം ഒരുവൻ്റെ നിയ്യത്ത്. കാരണം നമുക്കറിയാം, നോമ്പെന്ന് പറഞ്ഞാൽ അത് മഹത്തരമായ ഒരു ഇബാദത്താണ്. ഏത് ഇബാദത്തുകളും അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹിനപ്പുറം മറ്റെന്തെങ്കിലും ശാരീരികമോ മാനസികമോ ആയ ലക്ഷ്യങ്ങളാണ് അതിന് പിന്നിലുള്ളതെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആത്മാർത്ഥതയെ, നമ്മുടെ ഇഖ്ലാസിനെ കളങ്കപ്പെടാതെ നാം സൂക്ഷിക്കേണ്ടതുണ്ട്. ഇനി എപ്പോഴാണ് നോമ്പിന് നിയ്യത്ത് കരുതേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മല്ലം യുബയ്യിതി സിയാമ ഖബ്ലൽ ഫജ്രി ഫലാ സിയാമ ലഹു. നിർബന്ധമായ നോമ്പുകൾക്ക് രാത്രി ഫജ്റിന് മുമ്പ് തന്നെ നിയ്യത്ത് കരുതിയിട്ടില്ലെങ്കിൽ അവന് നോമ്പില്ല. അതുകൊണ്ട് തന്നെ നിർബന്ധമായ നോമ്പുകൾക്ക് ഫജ്റിന് മുമ്പ് തന്നെ നിയ്യത്ത് കരുതുവാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ സുന്നത്തായ നോമ്പുകളാണെങ്കിൽ അത് ഉച്ചയ്ക്ക് മുമ്പാവട്ടെ ശേഷമാവട്ടെ നോമ്പിനെ മുറിക്കുന്ന യാതൊന്നും അതുവരെ സംഭവിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് നോമ്പിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല അവസരത്തിലും ഇത്തരത്തിൽ നോമ്പിലേക്ക് പ്രവേശിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. നോമ്പിൻ്റെ നിയ്യത്തുമായി ബന്ധപ്പെട്ട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഓരോ നോമ്പിനും പ്രത്യേകം നിയ്യത്ത് അനിവാര്യമാണോ? അതല്ല, റമദാനിൻ്റെ ആദ്യത്തിൽ മൊത്തത്തിൽ ഒരു നിയ്യത്ത് മതിയാകുമോ എന്നുള്ളത്. ഈ വിഷയത്തിൽ രണ്ട് അഭിപ്രായം നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഓരോ നോമ്പും പ്രത്യേകം ഇബാദത്തായതിനാൽ ഓരോ നോമ്പിനും പ്രത്യേകം നിയ്യത്ത് ആവശ്യമാണ് എന്നുള്ളതാണ്. എന്നാൽ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് തുടർച്ച മുറിയാത്തിടത്തോളം കാലം ഒറ്റ നിയ്യത്ത് മതിയാകും. അഥവാ രോഗം കാരണമോ അല്ലെങ്കിൽ യാത്ര കാരണമോ, ഇനിയല്ല സ്ത്രീകളാണെങ്കിൽ ഹൈല് കാരണമോ നോമ്പിൻ്റെ ഇടക്ക് വല്ല തുടർച്ചയും നഷ്ടപ്പെട്ടാൽ അവിടെ മുതൽ അവൻ നിയ്യത്ത് പുതുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതില്ലാത്തിടത്തോളം കാലം ഒറ്റ നിയ്യത്ത് മതിയാകും. എന്നാൽ സഹോദരന്മാർ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഖിലാഫിൽ നിന്ന് നമ്മുടെ നോമ്പിനെ സുരക്ഷിതമാക്കുവാൻ ഓരോ രാത്രിയിലും നിയ്യത്ത് കരുതുന്നതാണ് നല്ലത്. ഇനി വല്ല രാത്രിയിലും നിയ്യത്ത് കരുതുവാൻ വേണ്ടി മറന്നുപോയാൽ ആ ഒരു കാരണം കൊണ്ട് ആ നോമ്പ് നഷ്ടപ്പെടുത്തേണ്ടതില്ല. നോമ്പിൻ്റെ നിയ്യത്തുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ് അത് ചൊല്ലി പറയേണ്ടതുണ്ടോ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അത്തരത്തിലുള്ള ഒരു രൂപം നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടില്ല. മാത്രമല്ല, നിയ്യത്ത് എന്ന പദത്തിന് തന്നെ കരുതുക എന്നുള്ളതാണ് അർത്ഥം, അഥവാ അതിൻ്റെ സ്ഥാനം ഹൃദയമാണ്. എന്നാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിയ്യത്ത് ഉറപ്പിക്കാതെയാണ് ഒരു വ്യക്തി നിർബന്ധമായ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ ആ നോമ്പ് സ്വീകാര്യമല്ല. പലപ്പോഴും രോഗികളിലാണ് ഇത് സംഭവിക്കുക. നോമ്പിലേക്ക് പ്രവേശിക്കണമോ വേണ്ടയോ, അഥവാ നോമ്പ് അനുഷ്ഠിക്കണമോ വേണ്ടയോ എന്ന ഒരു സംശയത്തിൽ പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുക. അങ്ങനെയാണെങ്കിൽ നോമ്പിൻ്റെ നിയ്യത്ത് ഉറപ്പിക്കാത്തത് കാരണം അവൻ്റെ നോമ്പ് ശരിയാവുകയില്ല. അതുപോലെ തന്നെയാണ് നോമ്പ് മുറിക്കുന്നു എന്ന് തീരുമാനിക്കുമ്പോഴും. നോമ്പ് മുറിക്കുന്നു എന്ന് തീരുമാനിച്ചാൽ തന്നെ നോമ്പ് മുറിയും. അവിടെ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ അതല്ലെങ്കിൽ നോമ്പിനെ മുറിക്കുന്ന മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുകയോ ആവശ്യമില്ല. ഇനി നമുക്ക് നോമ്പ് ശരിയാകാനുള്ള മൂന്നാമത്തെ നിബന്ധനയെക്കുറിച്ച് മനസ്സിലാക്കാം. മൂന്നാമത്തെ നിബന്ധന അനുവദിക്കപ്പെട്ട സമയത്താകുക എന്നുള്ളതാണ്. അഥവാ നോമ്പ് നിഷിദ്ധമായ ദിവസങ്ങളുണ്ട്, പെരുന്നാൾ പോലുള്ള ദിവസങ്ങൾ. അത്തരത്തിലുള്ള ദിവസങ്ങളിലാണ് നോമ്പ് അനുഷ്ഠിക്കുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നോമ്പ് സ്വീകരിക്കുകയില്ല. അപ്പോൾ ചുരുക്കത്തിൽ നോമ്പ് ശരിയാകാനുള്ള നിബന്ധനകൾ മൂന്നെണ്ണമാണ്. ഒന്ന് വകതിരിവെത്തുക, രണ്ടാമത്തത് നിയ്യത്ത് കരുതുക, മൂന്നാമത്തത് അനുവദിക്കപ്പെട്ട സമയത്താകുക. ഇനി നമുക്ക് നോമ്പ് നിർബന്ധമാകാനുള്ള നിബന്ധനകളെക്കുറിച്ച് മനസ്സിലാക്കാം. നോമ്പ് നിർബന്ധമാകാനുള്ള ഒന്നാമത്തെ നിബന്ധന പ്രായപൂർത്തിയെത്തുക എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കി, വകതിരിവെത്തിയാൽ തന്നെ നോമ്പ് സ്വീകാര്യമാകും. എന്നാൽ പ്രായപൂർത്തി എത്തിയാൽ മാത്രമാണ് നോമ്പ് നിർബന്ധമാകുക. ഇനി റമദാനിൻ്റെ പകലിലാണ് ഒരു കുട്ടിക്ക് പ്രായപൂർത്തി എത്തുന്നതെങ്കിൽ അവൻ ആ സമയം മുതൽ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതുണ്ട്. നോമ്പ് നിർബന്ധമാകാനുള്ള രണ്ടാമത്തെ നിബന്ധന മുഖീമാവുക, അഥവാ സ്വന്തം നാട്ടിലോ അല്ലെങ്കിൽ മറ്റൊരു നാട്ടിൽ താൽക്കാലികമായോ താമസിക്കുന്നവരെയാണ് ഇവിടെ മുഖീമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചുരുക്കത്തിൽ യാത്രക്കാർക്ക് നോമ്പിൽ ഇളവുണ്ടെന്ന് സാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, വമൻ കാന മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. ഇനി വല്ലവരും രോഗികളോ യാത്രക്കാരോ ആണെങ്കിൽ അവർ മറ്റു ദിവസം നോമ്പ് അനുഷ്ഠിക്കട്ടെ.
അതുകൊണ്ട് യാത്രക്കാരായ ആളുകൾക്ക് നോമ്പ് നിർബന്ധമില്ല. നോമ്പ് നിർബന്ധമാകാനുള്ള മൂന്നാമത്തെ നിബന്ധന കഴിവുണ്ടാവുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഇസ്ലാം ഒരിക്കലും ഒരാളെ കൊണ്ട് കഴിയാത്ത കാര്യം അവനെ നിർബന്ധിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ്അഹ. ഒരാൾക്കും അയാളെ കൊണ്ട് കഴിയാത്ത കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നോമ്പ് അനുഷ്ഠിക്കുവാൻ കഴിയാത്ത രോഗികളായ ആളുകൾ, അല്ലെങ്കിൽ ഗർഭിണികളായ സ്ത്രീകൾ, അല്ലെങ്കിൽ മുലയൂട്ടുന്ന സ്ത്രീകൾ, ഇവർക്കൊന്നും നോമ്പ് നിർബന്ധമില്ല. അവർ അതിനു പകരം മറ്റു ദിവസം ഖളാ വീട്ടിയാൽ മതി. ഇനി പ്രായാധിക്യം കാരണമോ അല്ലെങ്കിൽ മാറാരോഗം കാരണമോ ആണ് ഒരു വ്യക്തിക്ക് നോമ്പ് അനുഷ്ഠിക്കുവാൻ സാധിക്കാത്തതെങ്കിൽ അവൻ അതിനു പകരം ഫിദിയ നൽകിയാൽ മതി. ഇവിടെ നാം പ്രത്യേകം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, നോമ്പുകാരന് കഠിനമായ ദാഹവും വിശപ്പും ഉണ്ടാവുകയും അത് അവൻ്റെ ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യുമെന്ന് തോന്നിയാൽ അവിടെ നോമ്പ് മുറിക്കാവുന്നതാണ്. പലപ്പോഴും തലേ ദിവസം കഠിനമായ ജോലികളിൽ ഏർപ്പെട്ട് അത്താഴം നേരാവണ്ണം കഴിക്കുവാൻ കഴിയാത്ത ഒരു സന്ദർഭം വരികയാണെങ്കിൽ അപ്പോഴൊക്കെ ഇത് സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് അവൻ തളർന്ന് വീഴാൻ കാത്തു നിൽക്കേണ്ടതില്ല. അതിനു മുമ്പ് തന്നെ അവന് നോമ്പ് മുറിക്കാവുന്നതാണ്. പകരം മറ്റൊരു ദിവസം ഖളാ വീട്ടിയാൽ മതിയാകും. നോമ്പ് ശരിയാകാനും നിർബന്ധമാകാനുമുള്ള ഒന്നാമത്തെ നിബന്ധന മുസ്ലിം ആവുക എന്നുള്ളതാണ്. ഒരു മുസ്ലിമിന് മാത്രമാണ് നോമ്പ് നിർബന്ധമായിട്ടുള്ളത്. അതിനർത്ഥം ഒരു അവിശ്വാസി അവൻ ഉപേക്ഷ വരുത്തിയ കർമ്മങ്ങൾക്ക്, പ്രത്യേകിച്ച് നോമ്പുകൾക്ക് അവന് ശിക്ഷയില്ല എന്നതല്ല. മറിച്ച് അവൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അതുവരെയുള്ള നോമ്പുകൾ അവൻ ഖളാ വീട്ടേണ്ടതില്ല എന്നതാണ്. മാത്രമല്ല, ഒരു അവിശ്വാസി അവൻ നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുമില്ല. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്, ഇസ്ലാം എന്നുള്ളത് ഏത് കർമ്മങ്ങൾ സ്വീകരിക്കുവാനുമുള്ള അടിസ്ഥാനപരമായ മാനദണ്ഡമാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരു വ്യക്തി നോമ്പുകാരനായിരിക്കെ മുർത്തദാവുകയാണെങ്കിൽ, നഊദുബില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ, അവൻ്റെ നോമ്പ് മുറിയുന്നതാണ്. നോമ്പ് ശരിയാകാനും നിർബന്ധമാകാനുമുള്ള രണ്ടാമത്തെ നിബന്ധനയാണ് ബുദ്ധി ഉണ്ടാവുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഭ്രാന്തനും പ്രായാധിക്യം മൂലം ബുദ്ധിക്ക് തകരാറ് സംഭവിച്ച ആളുകൾക്കും, അല്ലെങ്കിൽ വല്ല അപകടങ്ങളും കാരണം ഓർമ്മക്ക് തകരാറ് സംഭവിച്ച ആളുകൾക്കൊന്നും നോമ്പ് നിർബന്ധമില്ല. നോമ്പ് നിർബന്ധമില്ലാത്തത് കൊണ്ട് തന്നെ അതിനു പകരം അവർ ഫിദിയയും നൽകേണ്ടതില്ല. എപ്പോഴാണോ ഈ ഒരു കാരണത്തിൽ നിന്ന് അവർ മാറുന്നത്, ആ സമയം അവർ ഈ നോമ്പുകൾ ഖളാ വീട്ടുകയും വേണ്ടതില്ല. കാരണം ഈ ഒരു സമയം അവർക്ക് നോമ്പ് നിർബന്ധമില്ലായിരുന്നു. ഇനി ഒരാൾക്ക് ബോധക്ഷയമാണ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ എപ്പോഴാണോ ബോധം തിരിച്ചു വരുന്നത്, ആ സമയത്ത് നഷ്ടപ്പെട്ട നോമ്പുകൾ അയാൾ തിരിച്ചു വീട്ടേണ്ടതുണ്ട്. കാരണം അയാൾക്ക് അടിസ്ഥാനപരമായി ബുദ്ധിയുണ്ട്, ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല എന്ന് മാത്രം. എന്നാൽ നിയ്യത്ത് കരുതി നോമ്പിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തി അല്പനേരമെങ്കിലും ബോധമുള്ള അവസ്ഥയിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ നോമ്പ് അയാൾക്ക് ലഭിക്കും. ഇനി നിയ്യത്ത് കരുതി നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അയാൾക്ക് ബോധം നഷ്ടപ്പെടുകയും രാത്രി മഗ്രിബ് വരെ ബോധം തിരിച്ചു വരാതിരിക്കുകയും ആണെങ്കിൽ ആ നോമ്പ് അയാൾ ഖളാ വീട്ടുകയാണ് വേണ്ടത്. കാരണം ബോധമുള്ള അവസ്ഥയിൽ ഒരു നിമിഷം പോലും അയാൾക്ക് നോമ്പുകാരനായി തുടരുവാൻ സാധിച്ചിട്ടില്ല. ഇനിയൊരു വ്യക്തി നോമ്പിന് നിയ്യത്ത് വെച്ച് മഗ്രിബ് വരെ ഉറങ്ങിപ്പോയി, അങ്ങനെയാണെങ്കിലും ആ വ്യക്തിക്ക് നോമ്പ് ലഭിക്കും. കാരണം ബോധക്ഷയം സംഭവിച്ചവനെ പോലെയല്ല ഉറങ്ങുന്ന വ്യക്തി. ഉറങ്ങുന്നവനെ ഉണർത്തുവാൻ സാധിക്കും, ബോധക്ഷയം സംഭവിച്ചവനെ ഉണർത്തുവാൻ സാധിക്കുകയില്ല. നോമ്പ് ശരിയാകാനും നിർബന്ധമാകാനുമുള്ള മൂന്നാമത്തെ നിബന്ധനയാണ് ഹൈളോ നിഫാസോ ഇല്ലാതിരിക്കുക എന്നുള്ളത്. ഹൈളോ നിഫാസോ ഉള്ള അവസ്ഥയിൽ ഒരു സ്ത്രീ നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് ശരിയാവില്ല എന്ന് മാത്രമല്ല, അത് ഹറാമുമാണ്. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ നഷ്ടപ്പെട്ട നോമ്പുകൾ മറ്റു ദിവസം ഖളാ വീട്ടുകയാണ് വേണ്ടത്. ചുരുക്കത്തിൽ നോമ്പ് ശരിയാകാനും നിർബന്ധമാകാനുമുള്ള നിബന്ധനകളും മൂന്നെണ്ണമാണ്. ഒന്ന് മുസ്ലിം ആവുക, രണ്ടാമത് ബുദ്ധി ഉണ്ടാവുക, മൂന്നാമത്തത് ഹൈളോ നിഫാസോ ഇല്ലാതിരിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ വിശദമായി നമുക്ക് മനസ്സിലാക്കാം. കാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാനും പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.